മൂന്നാം കണ്ണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ട് അല്ലേ? ഈ മൂന്നാം കണ്ണ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ശിവഭഗവാനെയാണ്. ചിലർ പറയും അത് തുറന്നാൽ ഒരു അസാധാരണ ശക്തികൾ ലഭിക്കും. ചിലർ പറയും അത് വെറും കെട്ടുകഥയാണ്. മറ്റു ചിലർ പറയും അത് ആത്മീയതയുടെ ഏറ്റവും വലിയ രഹസ്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മൂന്നാം കണ്ണ് എന്താണ്? ഈ വിഷയം മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യനെ മനസ്സിലാക്കണം. നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്: കണ്ണ്, ചെവി, മൂക്ക്, നാവ്, സ്പർശനബോധം. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങളും ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത് പുറം ലോകത്തെ മനസ്സിലാക്കാനാണ്. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്ക് കൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, ശരീരം കൊണ്ട് സ്പർശമറിയുന്നു. നമ്മൾ ജനിച്ചത് മുതൽ ഈ 5 ഇന്ദ്രിയങ്ങളെയും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനായിരുന്നു? പുറം ലോകത്തിലേക്ക് മാത്രം ഉപയോഗിച്ചു കൊണ്ടാണിരുന്നത്, അല്ലേ? പുറത്ത് എന്ത് നടക്കുന്നു, ആരെന്തു പറഞ്ഞു, ആരാണ് എന്നെ പ്രശംസിച്ചത്, ആരാണ് എന്നെ വിമർശിച്ചത്, ആരാണ് എന്നെ മർദ്ദിച്ചത്, ഇതെല്ലാം അറിയാൻ ജീവിതം മുഴുവനും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സിദ്ധന്മാരും യോഗികളും പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. ഈ 5 ഇന്ദ്രിയങ്ങൾക്കും പുറമുഖമായ ഒരു പ്രവർത്തനം ഉള്ളതുപോലെ തന്നെ ഉള്ളിലേക്കും മറ്റൊരു പ്രവർത്തനമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചെവി പുറത്തുള്ള ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. ഒരു മണിനാദം കേൾക്കാം, ഒരു പാട്ട് കേൾക്കാം, മനുഷ്യരുടെ സംസാരങ്ങൾ കേൾക്കാം. എന്നാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ? സാധാരണയായിട്ട് കഴിയില്ല. പക്ഷെ ഉള്ളിലും എപ്പോഴും ശബ്ദം മുഴങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആരൊക്കെയോ നമ്മളോട് സംസാരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ശ്രദ്ധ മുഴുവനും വെളിയിലേക്കാകുന്നത് കൊണ്ട് ആ ഉള്ളിലുള്ള സംസാരങ്ങളെ, ആ ഉള്ളിലുള്ള ശബ്ദങ്ങളെ നമ്മൾക്ക് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്നില്ല. പക്ഷേ ആത്മീയത പറയുന്നത് മനുഷ്യനിലൊരു ആന്തരിക ശ്രവണശക്തി ഉണ്ടെന്നാണ്. പലരും പറയാറുണ്ട്, പലരും ഇത് പറയും. കാരണം ആത്മീയപരമായിട്ട് കുറച്ചെങ്കിലും ഗ്രാഹ്യമുള്ളവർക്ക് ഇത് മനസ്സിലാകും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളൊരു തീർവ് കാണണം, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ പല പേരോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കും. പക്ഷേ ആദ്യം അഭിപ്രായം പറയുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനുള്ളിൽ, നമ്മുടെ ആത്മാവിനുള്ളിൽ ആത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെപ്പറ്റി ആത്മാവ് നമ്മളോട് സംസാരിക്കും. പക്ഷേ ആ സംസാരം നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ആ നമ്മൾ എടുക്കാൻ പോകുന്ന ആ തീരുമാനത്തിനെ പറ്റി വ്യക്തമായ തീരുമാനത്തിൻ്റെ ഒരു മറുപടി അവിടെ ഉണ്ടാവും. പക്ഷേ പലരും അത് ശ്രദ്ധിക്കാറില്ല. അത് ശ്രദ്ധിക്കുന്നവർ ആ ശബ്ദത്തിനനുസരിച്ച് കാര്യങ്ങളെ നീക്കുമ്പോൾ അത് 100% സക്സസ് ആകും. ഇല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണെങ്കിൽ അവർക്ക് വലിയൊരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനും പറ്റും. അപ്പോൾ ആ ശബ്ദത്തെ ആരും കേൾക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ആത്മീയപരമായിട്ട് അതിലേക്ക് അറിയുന്നവർ, അതായത് ധ്യാനത്തിനെ പറ്റിയും ആ ധ്യാനത്തിൻ്റെ രഹസ്യത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നവർക്കത് പെട്ടെന്ന് ആ ഒരു കഴിവ് കിട്ടും. ഉള്ളിലുള്ള സംസാരങ്ങളെ, ഉള്ളിലുള്ള ശബ്ദത്തെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്പർശനബോധവും. ആരെങ്കിലും നമ്മെ തൊട്ടാൽ നമ്മൾക്കറിയാം, അല്ലേ? ഒരു സൂചി കുത്തിയാലുള്ള വേദന, ഒരു സൂചി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് അടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വേദന മനസ്സിലാക്കാം. പക്ഷേ ഈ സ്പർശനബോധം ഉൾമുഖമായി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിലെ പല സൂക്ഷ്മ ചലനങ്ങളും തിരിച്ചറിയാൻ കഴിയുമെന്ന് യോഗശാസ്ത്രം പറയുന്നുണ്ട്. അതിന് ലളിതമായ ഒരു ഉദാഹരണം പറയണമെങ്കിൽ, സാധാരണയായിട്ട് നമ്മുടെ സ്പർശനബോധം പുറത്തേക്കാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. കാറ്റ് തൊടുന്നത്, വസ്ത്രം ശരീരത്തിൽ ഉരസുന്നത്, ആരെങ്കിലും കയ്യിൽ പിടിക്കുന്നത് തുടങ്ങിയവയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ധ്യാനത്തിലോ ആഴത്തിലുള്ള ഒരു ശാന്തമായ ഒരു അവസ്ഥയിലോ ഇരിക്കുമ്പോൾ ഈ സ്പർശനബോധം നമ്മൾക്കുള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിങ്ങൾ കണ്ണടച്ചൊരു പൂർണ്ണ നിശബ്ദതയിൽ ഒരു 10-15 മിനിറ്റെങ്കിലും ഇരിക്കുന്നെന്ന് കരുതുക, അല്ലെങ്കിൽ ഇരിക്കാൻ ശ്രമിക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഞ്ചിനുള്ളിൽ ഹൃദയം ഇടിക്കുന്നതിൻ്റെ ഒരു സൂക്ഷ്മ സ്പന്ദനം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും, അനുഭവപ്പെടും. സാധാരണ സമയങ്ങളിൽ അതവിടെ നടക്കുന്ന കാര്യമാണ്. പക്ഷേ
അത് നിങ്ങളത് ശ്രദ്ധിക്കാറില്ല, ആ ശബ്ദം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ചിലർക്ക് ശ്വാസം മൂക്കിലൂടെ കടന്നു പോകുന്ന സൂക്ഷ്മമായ സ്പർശനം മനസ്സിലാകും. വയറിൻ്റെ ഉയർച്ച താഴ്ച മനസ്സിലാകും. കൈവിരലുകളിലോ കാലുകളിലോ ഉള്ള ചെറിയ തരിപ്പ്, വിറയൽ ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും. ശരീരത്തിലൂടെ എന്തോ ഒരു ഊർജ്ജ തരംഗം ഒഴുകുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകും. ഇതെല്ലാം തിരിച്ചറിയാൻ തുടങ്ങും. ഇത് പുറത്ത് മാത്രം ശ്രദ്ധിച്ച്, പുറത്തുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ അതെല്ലാം ശ്രദ്ധിച്ച് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് യോഗശാസ്ത്രത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും സൃഷ്ടിച്ച് പറയുന്ന കാര്യങ്ങളല്ല. മുൻപ് ശ്രദ്ധയിൽപ്പെടാതിരുന്ന ചില വിഷയങ്ങൾ, ചില സൂക്ഷ്മ ചലനങ്ങൾ മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മൾക്ക് വ്യക്തമായി അനുഭവപ്പെടും. ഇതുപോലെ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഒരു ആന്തരിക തലമുണ്ട്. ഇതാണ് ഇന്നർ സെൻസസ്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ 99% ആളുകളും ഇന്ദ്രിയങ്ങളെ പുറം ലോകത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്, ഉള്ളിലേക്ക് തിരിക്കുന്നില്ല. അതിനാലാണ് സിദ്ധന്മാർ പറഞ്ഞത് അണ്ഡത്തിലുള്ളത് പിണ്ഡത്തിലുണ്ട് എന്ന്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം മനുഷ്യരിലുമുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഒരു മനോഹരമായ കഥയുണ്ട്. എല്ലാവർക്കും അറിയാം അത്. കുട്ടിക്കാലത്ത് കൃഷ്ണൻ മണ്ണ് തിന്നുന്ന കഥ. യശോദാമ്മ വന്ന് വായ തുറക്കു കണ്ണ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ്റെ വായ്ക്കുള്ളിൽ ഈ മുഴുവൻ പ്രപഞ്ചവും കണ്ടു എന്നാണ് പറയുന്നത്. ആ കഥയുടെ ആന്തരിക അർത്ഥം എന്താണ്? കൃഷ്ണനിൽ മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ പ്രപഞ്ചത്തിൻ്റെ പ്രതിഫലനമുണ്ട്. നമ്മൾ പുറത്തേക്ക് അന്വേഷിക്കുന്ന പല സത്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഇനി നമ്മൾ മൂന്നാം കണ്ണിലേക്ക് തന്നെ വരാം. മൂന്നാം കണ്ണ് എന്ന് പറയുമ്പോൾ അത് നെറ്റിയിൽ മറ്റൊരു കണ്ണ് വളരുന്നതല്ല. 2 കണ്ണുകൾ പുറം ലോകത്തെ കാണാൻ സഹായിക്കുന്നു. മൂന്നാമത്തെ കണ്ണ് ഉള്ളിലുള്ള ലോകത്തെ കാണാനുള്ള ബോധത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് വിഭൂതി, കുങ്കുമം, ചന്ദനം ഇതെല്ലാം നെറ്റിയിലൂടെ മധ്യത്തിൽ ധരിക്കാൻ പറഞ്ഞത്. ശരീരത്തിൽ മറ്റെവിടെയെങ്കിലും അത് വയ്ക്കുവാൻ വേണ്ടി പ്രത്യേകമായി പറയുന്നില്ല. എന്തുകൊണ്ട് ഈ സ്ഥാനത്ത് മാത്രം വയ്ക്കണമെന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായാൽ ദിവസം മുഴുവനും നിങ്ങൾ ആ ഭാഗത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പോകും. പുതിയ ചെരുപ്പ് വാങ്ങി ആ ചെരുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ കാലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മാത്രം നിങ്ങൾക്ക് ശ്രദ്ധ പോകും. ചിലപ്പോൾ ചില ചെരുപ്പുകൾ ഇടുമ്പോൾ ആ കാലിനൊരു അസ്വസ്ഥത ഉണ്ടാകും. അപ്പോൾ ആ ശ്രദ്ധ മുഴുവൻ നിങ്ങൾക്ക് അവിടേക്കായിരിക്കും ഒരു ദിവസം. കാരണം അവിടെ ഒരു സെൻസേഷനുണ്ട്. ഇതേ തത്വം ഉപയോഗിച്ചാണ് ഭസ്മവും കുങ്കുമവും നെറ്റിയുടെ മധ്യത്തിൽ ധരിക്കാൻ പറയുന്നത്. അവിടെ ഒരു സൂക്ഷ്മ സ്പർശന ബോധമുണ്ടാകും. അതിലൂടെ ശ്രദ്ധ വീണ്ടും വീണ്ടും ആ ഭാഗത്തേക്ക് തിരിയുന്നു. ചിലരുണ്ട് അടുപ്പിച്ച് ധ്യാനത്തിലോ അല്ലെങ്കിൽ ധ്യാന മാർഗത്തിലൂടെ പോകാത്ത ചില ആളുകളുണ്ട്. അവർക്കും നല്ല ഉത്ബോധമുണ്ടാവും. അവർക്ക് നല്ല തിരിച്ചറിവും അവരുടെ കാര്യവിജയങ്ങളെല്ലാം അവർക്ക് സാധിക്കുന്നുണ്ട്. അവർ ദിവസവും ആ നെറ്റിയിൽ ചന്ദനം, കുങ്കുമം, ഭസ്മം ഇതെല്ലാം അവർ ദിവസവും ഉപയോഗിക്കും. അവർ പോലും അറിയാതെ അവരിലുണ്ടാകുന്ന മാറ്റമാണത്. കാരണം ദിവസവും അവരത് ശ്രദ്ധയോടെ അവർക്കൊരു ദിനചര്യയായിട്ട് മാറ്റുകയാണത്. അപ്പോൾ അവിടെ ആ ഒരു മൂന്നാം കണ്ണിൻ്റെ പ്രവർത്തനം ഉണരുകയാണ്. യോഗശാസ്ത്രം പറയുന്നത് ഇട, പിംഗള, സുഷുപ്ന എന്ന 3 പ്രധാന നാഡികൾ സംഗമിക്കുന്ന കേന്ദ്രമാണ് ആ ഭാഗം. പ്രാണശക്തിയുടെ പ്രധാന കേന്ദ്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥാനത്തെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. വിഭൂതി, ഭസ്മമോ കുങ്കുമമോ ചന്ദനമോ ഇതെല്ലാം കണ്ണാടി നോക്കി വെക്കരുത് എന്ന് പഴയവർ പറഞ്ഞതിൻ്റെ ഒരു ആത്മീയ അർത്ഥവും ഇതുതന്നെയാണ്. അതായത് വെറും മുഖസൗന്ദര്യം നോക്കിയല്ല ഇത് വെക്കേണ്ടത്. ഈ സ്ഥാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ബോധപൂർവം ധരിക്കണമെന്നാണ്. ഇനി മറ്റൊരു കാര്യം, ലോകത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശാസ്ത്രജ്ഞന്മാർ, കലാകാരന്മാർ, സംഗീതജ്ഞർ, ആത്മീയ ഗുരുക്കന്മാർ അവരറിയാതെയെങ്കിലും അവരുടെ ശ്രദ്ധയെ ആഴത്തിലേക്കുള്ളിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അവർക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അവർ അവരുടെ മേഖലയിലെ മഹാന്മാരായത്. അതുകൊണ്ട് മൂന്നാം കണ്ണ് എന്ന് പറയുമ്പോൾ അത് വെറും ആത്മീയ വിഷയമല്ല, ജീവിതത്തിൽ ആഴത്തിലുള്ള ഏകാഗ്രതയും ഉൾക്കാഴ്ചയും വളർത്തുവാനുള്ള ഒരു പ്രതീകമാണ്. ക്ഷേത്രങ്ങളിൽ പോലും ഈ തത്വത്തെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. മണിനാദം എന്ന് പറയുമ്പോൾ കേൾവിയെ ഉണർത്തുന്നതാണ്. ധൂപത്തിൻ്റെയും പൂക്കളുടെയും സുഗന്ധം മണം അതായത് സ്മെൽ ബോധത്തെ ഉണർത്തുന്നതാണ്. പ്രസാദം നമ്മൾ രുചിക്കുമ്പോൾ ആ രുചിബോധത്തെ ഉണർത്തുന്നതാണത്. കരിങ്കല്ലിലൂടെ, ആ വെറും തറയിലൂടെ നടക്കുമ്പോൾ സ്പർശനബോധത്തെ ഉണർത്തും.
ഗർഭഗൃഹത്തിലെ ആ കരുവറയ്ക്കുള്ളിലെ ആ ദീപാരാധന കാഴ്ച കാണുമ്പോൾ, ഭഗവാന്റെ ദർശനം കാണുമ്പോൾ കാഴ്ചയെ ഏകാഗ്രമാക്കുകയാണ്. അങ്ങനെ ആ 5 ഇന്ദ്രിയങ്ങളെയും ഒരേ സമയം കേന്ദ്രീകരിച്ച് മനുഷ്യനെ ഉള്ളിലേക്ക് നയിക്കാനുള്ള ഒരു ആത്മീയ ശാസ്ത്രമായിട്ടാണ് ക്ഷേത്രത്തെ കാണുന്നത്. അപ്പോൾ 3-ാം കണ്ണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ പാടില്ലേ? നെറ്റിയിൽ ശരിക്കും ഒരു കണ്ണ് തുറക്കുന്നു എന്ന അർത്ഥത്തിൽ എടുത്താൽ അത് മിഥ്യയാണ്. പക്ഷേ മനുഷ്യനിൽ ഒരു ആന്തരിക ബോധവും ജ്ഞാനവും ഉണരാൻ കഴിയും എന്ന അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ ആത്മീയ സത്യമാണ്. ഭഗവാന്റെ 3-ാം കണ്ണ് അജ്ഞാനത്തെ ദഹിപ്പിക്കുന്ന ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. 2 കണ്ണുകൾ ലോകത്തെ കാണാൻ സഹായിക്കും. 3-ാം കണ്ണ് സ്വയം തിരിച്ചറിയാൻ സഹായിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പുറത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. അല്പസമയം ഉള്ളിലേക്ക് നോക്കുക, ധ്യാനം ശീലമാക്കുക, ആത്മജ്ഞാനം വളർത്തുക. കാരണം നിങ്ങൾ അന്വേഷിക്കുന്ന ശക്തിയും സമാധാനവും ദൈവവും ഒരുപക്ഷെ പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ധ്യാനം പതിവാക്കുക. ദിവസം 5 മിനിറ്റിൽ തുടങ്ങി അത് നിങ്ങളുടെ ദിനചര്യയാക്കുക. അപ്പോൾ എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം നമഃ ശിവായ.